കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ ഒന്നാണ് നമ്മുടെ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലേ. നമ്മൾ അതിൽ ഒരുപാട് കമ്പോണൻസ് പഠിച്ചു, ഹാർഡ്വെയർസ് പഠിച്ചു, സോഫ്റ്റ്വെയർസ് പഠിച്ചു അല്ലേ. ഏതൊക്കെയാണ് കുറേ ടൈപ്പ് ഓഫ് ഹാർഡ്വെയർസ്, ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ് ഒക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ അതിലെ ഒരു 4-5 ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4-5 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ നിന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താ ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത്? HDMIൻ്റെ ഫുൾ ഫോമാണ്. അപ്പോൾ HDMI അല്ലേ, പെരിഫറൽസ് ആൻഡ് പോർട്സിൽ നമ്മൾ HDMI പഠിച്ചു. അതുപോലെ USB-ൻ്റെ ഫുൾ ഫോം, അതിനൊരു കുറച്ച് ഫുൾ ഫോംസ് നമുക്കതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. USB പഠിച്ചു വെക്കുക, യൂണിവേഴ്സൽ സീരിയൽ ബസ്. അതുപോലെ HDMIൻ്റെ ഫുൾ ഫോം എന്താണ്? ഇതാണോ? അതവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഹൈ ഡെഫിനിഷൻ മൾട്ടിപ്പിൾ ഇന്റർഫേസ് ആണോ? അല്ല അല്ലേ. ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് ആണോ? അതുപോലെ ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർനെറ്റ് അല്ല. ഹൈ ഡെഫിനിഷൻ മീഡിയ ഇന്റർഫേസ് അല്ല. അപ്പോൾ ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് ആണ് നമ്മുടെ HDMIൻ്റെ ഫുൾ ഫോം. ഓക്കെ ആണല്ലോ, ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? യെസ്, 1 മാർക്ക് കിട്ടി. ഇനി അടുത്തത് എന്താണ്? 4 ഫ്രീഡംസ് തരുന്നുണ്ട്. നമ്മുടെ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ നമുക്ക് 4 ഫ്രീഡംസ് തരുന്നുണ്ട്. ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തം ഫ്രീ ആണ്, നമുക്കത് യൂസ് ചെയ്യാൻ ഫ്രീ ആണ്, നമുക്കതിനെ കോപ്പി ചെയ്യാം, നമുക്കതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം, ബാക്കിയുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഫ്രീ ആണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഇത് മെയിനായിട്ട് നമുക്ക് 4 ഫ്രീഡംസ് തരുന്നുണ്ട്. ഏതൊക്കെയാണ്? യെസ്, ഒന്ന് ഫ്രീഡം 0, ഫ്രീഡം 1, ഫ്രീഡം 2 ആൻഡ് ഫൈനലി നമ്മുടെ ഫ്രീഡം 3. ഇങ്ങനെ 3 ഫ്രീഡംസ് ആണ് ആര് തരുന്നത്? ഈ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ തരുന്നത്. അപ്പോൾ ഓരോന്നും എന്തിനാണ് നോക്കിക്കേ. ഫ്രീഡം 0 എന്ന് പറയുന്നത് നമുക്ക് ആ പ്രോഗ്രാം റൺ ചെയ്യാൻ, ആ സോഫ്റ്റ്വെയർ റൺ ചെയ്യാനുള്ള ഫ്രീഡം തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കത് പഠിക്കാനുള്ളത് തരുന്നുണ്ട്. അത് വേറൊരാൾക്ക് അതിൻ്റെ കോപ്പി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ കയ്യിലൊരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയോ ഉണ്ടെങ്കിൽ നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അല്ലേ. ഫ്രീ ആണ്, ഫ്രീ ആയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ആ മൊബൈൽ ഫോണിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അല്ലേ, കൂടുതലായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും. അതുപോലെ അതിൽ നമുക്ക് വേറൊരാൾക്ക് ഉപയോഗിക്കാൻ കുറച്ച് സമയത്തേക്ക് നമുക്ക് കൊടുത്തൂടെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ അതിൽ എന്തെങ്കിലും മാറ്റം, നമുക്ക് അതിൻ്റെ ഇക്കൺസും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിക്കൂടെ, അപ്പം അതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആലോചിച്ചാൽ മതി. പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം പറഞ്ഞു തന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താണ്? 4 ഫ്രീഡംസ് ആണ് ഇവർ തരുന്നത്. ആ 4 ഫ്രീഡംസും എന്തിനാണ് എന്നുള്ളത് പഠിച്ചു വെക്കണം. ഓക്കെ ആണല്ലോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ഇ വേസ്റ്റ്? അപ്പോൾ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറിനും ഇടയിൽ നമ്മളൊരു കുഞ്ഞു ടോപ്പിക്ക് പഠിച്ചിരുന്നു, അതായിരുന്നു ഇ വേസ്റ്റ്. അപ്പോൾ എന്താണ് ഇ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ? യെസ്, ഇലക്ട്രോണിക് വേസ്റ്റ് ആണ്. എന്താണ്? യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, ഇ വേസ്റ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് അതിൻ്റെ ഡിസ്പോസൽ മെത്തേഡ്സ്? 4 ഡിസ്പോസൽ മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നോ? എന്തൊക്കെയാണ്? ഓരോന്ന് ആലോചിച്ച് നോക്കിക്കേ. ഫസ്റ്റ് വൺ റീയൂസ് അല്ലേ. നമുക്ക് ആ ഒരു ഈ വേസ്റ്റിനെ, അത് ഫോൺ ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, എന്തായാലും നമുക്കത് സെക്കൻഡ് ഹാൻഡ് യൂസിന് കൊടുത്തൂടെ, വേറൊരാൾക്ക് യൂസ് ചെയ്യാൻ അല്ലേ. നമുക്കത് ആവശ്യമില്ല, നമുക്ക് പുതിയൊരു മോഡൽ വാങ്ങണം, അപ്പോൾ നമുക്ക് നമ്മുടെ പഴയ മോഡൽ വേറൊരാൾക്ക് കൊടുത്തൂടെ. യെസ്, അപ്പോൾ അതെന്താണ്? റീയൂസ് ചെയ്യാൻ പറ്റും. റീയൂസ് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടായിരുന്നു? ഇൻസിനറേഷൻ ഇല്ലേ. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസിനറേറ്റർ എന്ന് പറഞ്ഞാൽ വലിയൊരു സാധനത്തിലിട്ടിട്ട് നമ്മളിതിനെ ഹൈ ഡിഗ്രി സെൽഷ്യസിൽ, ഏകദേശം 1000 ഡിഗ്രി സെൽഷ്യസോളം ടെമ്പറേച്ചർ കൊടുത്തിട്ട് നമ്മൾ കത്തിക്കുന്നതിനെയാണ് നമ്മൾ ഇൻസിനറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് പറയുന്നത്. പിന്നെ നമുക്ക് റീസൈക്ലിംഗ് ചെയ്തു. എന്താണ് റീസൈക്ലിംഗ്? യെസ്, ആ ഒരു സാധനത്തിനെ കംപ്ലീറ്റ്ലി മാറ്റിയെടുത്തിട്ട് വേറൊരു സാധനമാക്കി മാറ്റാം അല്ലേ, വേറൊരു സാധനമാക്കി ഉണ്ടാക്കാൻ പറ്റും. അതിനെ നമുക്ക് പറയാം റീസൈക്ലിംഗ്. യെസ്, പിന്നെ എന്താണ്? റീസൈക്ലിംഗ് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? യെസ്, റീസൈക്ലിംഗ് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ പഠിച്ച മെത്തേഡ് ലാൻഡ് ഫില്ലിംഗ് ആണ്. എന്താണ് ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത്? ലാൻഡ് ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മൊത്തത്തിലിട്ട് മൂടുക, ഒരു എന്തെങ്കിലും എന്താ പറയുക, നമ്മുടെ
ലാൻഡിലിട്ടിട്ട് അതിന് മൂടി വെക്കുമല്ലോ, മൂടി വെക്കും. നമ്മളിപ്പം റോഡ് താറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഈ വേസ്റ്റുകളൊക്കെ ഇട്ട് മൂടുക, അങ്ങനെയുള്ള അതിനെയാണ് നമ്മൾ ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 ഈ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ വേസ്റ്റ് എന്താണ്, ഈ വേസ്റ്റിൻ്റെ ഡിസ്പോസൽ മെത്തേഡ്സും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വേസ്റ്റ് എന്നുള്ള പൊസിഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് തന്നെയാണ് കേട്ടോ. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നെയിം ദ സോഫ്റ്റ്വെയർ ദാറ്റ് ട്രാൻസ്ലേറ്റ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ഇൻടു മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം. ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് എന്തിനാണ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് എന്തിനാണ്? ലാംഗ്വേജ് പ്രോസസ്സർ അതെന്തിനാണ്? ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അല്ലേ. നമുക്ക് നമ്മുടെ ഭാഷ കമ്പ്യൂട്ടറിന് അറിയില്ല, കമ്പ്യൂട്ടറിൻ്റെ ഭാഷ നമുക്കും അറിയില്ല. അപ്പം നമുക്ക് ഇടയിൽ ഒരു ട്രാൻസ്ലേറ്റർ ആയിട്ടാണ് ഈ ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ഉള്ളത്. അപ്പോൾ ഏതൊക്കെ ലാംഗ്വേജ് പ്രോസസ്സേഴ്സിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒന്ന് നമ്മുടെ അസംബ്ലർ അല്ലേ, അസംബ്ലർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കമ്പൈലർ ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി നമ്മുടെ ഇന്റർപ്രറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ ഈ 3 ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അസംബ്ലർ, കമ്പൈലർ, ഇന്റർപ്രറ്റർ. ഇതിൽ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കാൻ ഏതായിരുന്നു അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കാൻ? യെസ്, അസംബ്ലർ ആണ്. അപ്പൊ കമ്പൈലറും ഇന്റർപ്രറ്ററും എന്താണ് ചെയ്യുന്നത്? ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ആക്കും. പക്ഷെ അസംബ്ലർ എന്താ ചെയ്യുന്നത്? അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ആക്കും. ക്ലിയർ അല്ലേ? അത്രയാണ് നമ്മുടെ ആ ഒരു സോഫ്റ്റ്വെയർ ഏതാണെന്ന് ചോദിച്ചാൽ അസംബ്ലർ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ക്യാഷ് മെമ്മറി. എന്താണ് ക്യാഷ് മെമ്മറി? മെമ്മറി എന്ന് പറഞ്ഞ ഹാർഡ്വെയർസിൽ മെമ്മറി എന്നുള്ള പോർഷനിൽ പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും ഉണ്ടായിരുന്നു. പ്രൈമറി മെമ്മറിയിൽ റോം, ക്യാഷ് മെമ്മറി അല്ലേ, ക്യാഷ് മെമ്മറി. അപ്പൊ എന്താണ് ക്യാഷ് മെമ്മറി? ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷൻ ആണ് അല്ലേ. ടെമ്പററി ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. എവിടെയാണ് ഈ ക്യാഷ് മെമ്മറി ഉണ്ടാവുക? ബിറ്റ്വീൻ ആർക്കിടയിലാണ്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പ്രൊസസ്സറിൻ്റെയും റാമിൻ്റെയും ഇടയിലാണ് ഉണ്ടാവുക. അപ്പോൾ പ്രൊസസ്സറിൻ്റെയും മെയിൻ മെമ്മറിൻ്റെയും ഇടയിൽ. അപ്പോൾ പ്രൊസസ്സർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം, നമ്മുടെ CPU എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാണ്, എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ ചെയ്യാണ്. ആ സമയത്ത് കമ്പ്യൂട്ടറിൻ്റെ പ്രൊസസ്സറിൽ ആ ഒരു ഡാറ്റ ഇല്ലെങ്കിൽ അത് നേരെ നോക്കുക ആരെയിലാണ്? യെസ്, ക്യാഷ് മെമ്മറിയിൽ ഉണ്ടോന്നാണ്. ക്യാഷ് മെമ്മറി ഇവിടെ ഉണ്ട്. ഈ ക്യാഷ് മെമ്മറിയിലും ഇല്ലെങ്കിൽ മാത്രമേ അത് മെയിൻ മെമ്മറിൻ്റെ അടുത്തേക്ക് പോവുള്ളൂ. അപ്പോൾ പ്രൊസസ്സറിൻ്റെയും റാമിൻ്റെയും ഇടയിലുള്ള ഒരു സ്മോൾ സ്റ്റോറേജ് ലൊക്കേഷൻ ആണ് ഏത്? നമ്മുടെ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ അഡ്വാൻറ്റേജ് എന്താണ് ക്യാഷ് മെമ്മറിൻ്റെ അഡ്വാൻറ്റേജ്? നമുക്ക് പെട്ടെന്ന് മെയിൻ അഡ്വാൻറ്റേജ് ക്വിക്ക് ആക്സസ് ആണ്. നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് ഡാറ്റാസ് പ്രൊസസ്സറിൽ ഇല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമുക്ക് മെയിൻ മെമ്മറിയിൽ പോയി എടുക്കേണ്ട ആവശ്യമില്ല, ഈ ക്യാഷിൽ ഉണ്ടോ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ക്വിക്ക് ആക്സസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ 2 മാർക്ക് കിട്ടി. ക്യാഷ് മെമ്മറി എന്താണെന്നുള്ളതിന് 1 മാർക്കും അഡ്വാൻറ്റേജിന് 1 മാർക്കും. ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇൻപുട്ട് ഡിവൈസിനെ കുറിച്ച് എഴുതാൻ പറയുന്നത്. അപ്പോൾ മിസ് പറഞ്ഞിരുന്നത് നമ്മളൊരു 15ഓളം ഇൻപുട്ട് ഡിവൈസ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊരു 5 എണ്ണമെങ്കിലും മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, ഒരു 5 എണ്ണെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. കീബോർഡും മൗസും അല്ലാതെ ഒരു 5 എണ്ണെങ്കിലും നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. അപ്പോൾ ഇവിടെ നമ്മളോട് 5 എണ്ണം എന്നേ ചോദിച്ചിട്ടുള്ളൂ. കീബോർഡും മൗസും ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും. ചില സമയത്ത് എന്ത് ചോദിക്കും? യെസ്, കീബോർഡ് അല്ലാത്ത അല്ലെങ്കിൽ മൗസ് അല്ലാത്ത ഇൻപുട്ട് ഡിവൈസസിനെ കുറിച്ച് എഴുതാൻ പറയും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മിസ് അവിടെ എഴുതി. മിസ് ഇവിടെ ഒരു 5 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൽ മൗസും കീബോർഡും അല്ലാത്തത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടച്ച് സ്ക്രീൻ എന്താണ്? നമ്മുടെ മൊബൈലിൽ നമ്മൾ ടച്ച് ചെയ്യുന്നതും അല്ലേ, നമ്മുടെ ടീമിലും അവിടെ നമുക്ക് ടച്ച് സ്ക്രീൻ കാണാം. അപ്പോൾ അങ്ങനെ ടച്ച് സ്ക്രീൻ എല്ലാം ഇവിടുത്തെ ടാബ്ലറ്റ്സിൽ അല്ലേ, ടാബിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ടച്ച് സ്ക്രീൻ. ഇതാണ് ടച്ച് സ്ക്രീൻ. എന്തിനാണ്? നമുക്ക് ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ടച്ച് പാഡ് എന്താണ്? നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ ഇങ്ങനെ ഒരു ടച്ച് പാഡ് ഉണ്ടാവും അല്ലേ. അതെന്തിനാണ്? കഴ്സറായിട്ട് തന്നെ ആക്ട് ചെയ്യുന്നത്.
ചെയ്യുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ മൈക്രോഫോൺ ആണ്. നമുക്ക് സൗണ്ട് അല്ലേ, മൈക്കായിട്ട് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് സൗണ്ട് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? യെസ്, മൈക്രോഫോണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്കാനർ എന്തിനാണ്? നമുക്കൊരു ഡാറ്റ നമ്മുടെ അടുത്തുള്ള ഒരു പേപ്പറിനെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, നമ്മുടെ പിക്ചറോ ടെക്സ്റ്റോ എന്താണെന്ന് വെച്ചാൽ അതിനെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ സ്കാനർ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? ഇനി പിന്നെ ഏതാണ്? ബാർകോഡ് അല്ലേ, ബാർകോഡ് അല്ലെങ്കിൽ QR കോഡ് നിങ്ങൾ കാണുന്നതായിരിക്കും. നമ്മുടെ ബാർകോഡ് QR കോഡൊക്കെ നമ്മുടെ ഗൂഗിൾ പേ നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ടെക്സ്റ്റൈൽസിൽ പോയിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ അവർ ബില്ല് അടിക്കുന്നത് അല്ലേ, അതൊക്കെ എന്താണ്? ബാർകോഡ് റീഡർ ആണ് അല്ലേ. നമ്മുടെ ഫോണിലൊക്കെ നമുക്ക് ബാർകോഡ് അല്ലെങ്കിൽ QR കോഡ് റീഡേഴ്സ് ആക്കാം. അപ്പോൾ ബാർകോഡ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇങ്ങനെയുള്ള ലൈൻസ് ഉണ്ടാവും അല്ലേ. നമ്മളൊരു ഡ്രസ്സ് വാങ്ങിച്ചാൽ നമുക്കതിൽ ബില്ല് ഇങ്ങനെ നമ്മൾ പൈസ എഴുതി വെച്ചത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ കണ്ടിട്ടില്ലേ, ഇങ്ങനെ കുഞ്ഞു ലൈൻ ആയിട്ട്. അപ്പൊ അതാണ് ബാർകോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് വെർട്ടിക്കൽ ലൈൻസ് ആണ്. ഡിഫറെന്റ് സ്പേസിങ്ങും ഡിഫറെന്റ് തിക്നെസ്സും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ബാർകോഡ് റീഡേഴ്സ് എന്ന് പറയുന്നത് ഈ ബാർകോഡിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ QR കോഡ് എന്താണ്? QR കോഡും ബാർകോഡും പോലെ തന്നെയാണ്, പക്ഷേ QR കോഡ് 2 ഡയമെൻഷണൽ ആണ്. ബാർകോഡ് എന്താണ്? സിംഗിൾ ഡയമെൻഷണൽ ആണ്. എന്താ വ്യത്യാസം? QR കോഡിൽ നമുക്ക് കൂടുതൽ ഡാറ്റാസിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, പക്ഷേ ബാർകോഡിൽ നമുക്ക് കുറച്ച് നമ്പേഴ്സും കാര്യങ്ങളും മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്തായാലും നോക്കി വെക്കുക. ഈ പോർഷനൊക്കെ എന്തായാലും ഇൻപുട്ട് ഡിവൈസ് ഒക്കെ മിസ് പറഞ്ഞ പോലെ ഒരു 5 എണ്ണെങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒരുവിധം ഈ ഒരു പോർഷൻ എന്നുള്ളതൊക്കെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ നമ്മുടെ എക്സാം എഴുതാം.